എങ്ങനെ നമുക്ക് പാനിപ്പൂരി സിമ്പിളായും ടേസ്റ്റിയായും വീട്ടിലുണ്ടാക്കാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മളൊരു 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് ഇത് സ്മാഷ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇടേണ്ടതായിട്ടുള്ളത് ഈ കാണുന്ന നമ്മുടെ ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നല്ല രീതിയിൽ നമ്മൾ ഒരു 5 വിസിലോളം അടിച്ച് നന്നായി വേവിച്ചെടുത്താണ്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായി തൊലിയോട് കൂടിയിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. നമ്മൾ തൊലി കളഞ്ഞു. അതിന് ശേഷം നമ്മൾ ഇത് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും നല്ല രീതിയിൽ വെന്തിരിക്കണം. ഇൻ കേസ് വല്ല വേവ് കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാക്കി നമുക്ക് വേവിച്ചെടുക്കാം. അതേ സമയത്ത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം റെഡിയാക്കാണ്. അതിന് വേണ്ട കാര്യങ്ങൾ പുതിന കുറച്ച് വേണം, പിന്നെ കുറച്ച് നമുക്ക് മല്ലിയില ആവശ്യമായിട്ടുണ്ട്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ 3 തണ്ട് പുതിനയില എടുക്കുകയാണെങ്കിൽ ഒരു 2 തണ്ടോളം ഒരു മല്ലിയില എടുക്കുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ സൈസ് നിങ്ങളുടെ ഒരു ഫ്ലേവർ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനൊരു 4 പേർക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള മിക്സിംഗ് ആണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറുനാരങ്ങ പകുതി എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം അതിൻ്റെ നീര് അതിലേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെ കുറച്ച് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം കേട്ടോ. എന്തിനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് മാറി കുറേ വെള്ളമല്ല ആഡ് ചെയ്യേണ്ടത്, വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണം. എന്നാലാണ് അധികം കൊറ്റനൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു വെള്ളം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാനൊരു 2 സ്പീഡിലിട്ടിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഈ പേസ്റ്റിലേക്ക് നമുക്കൊരു 400 ml വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് പാനിപ്പൂരിയിലേക്കുള്ള നല്ല വെള്ളം, നല്ല ആ ഒരു പുതിനയിലൊക്കെ ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളം കിട്ടുള്ളൂ. ഇനി നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെള്ളം കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മൾ പുളി മുക്കി വെച്ചിട്ട് ആ പുളിയുടെ ചാറ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആയകൂടി ഒരു 75 ഗ്രാമോളം പുളിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അതിൻ്റെ ചാറെടുത്തതിന് ശേഷം ഒരു നമ്മൾ പറയുന്ന ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 4-5 ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ഫ്ലഷ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സിറം ഉണ്ടാക്കുന്ന രീതിയിൽ. അടുത്തായിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യേണ്ടത് ശർക്കരയുടെ വെള്ളമാണ്. ശർക്കര കുറച്ചേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അലയും. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുക. ആ സമയത്ത് നമ്മൾ നമ്മുടെ ഈന്തപ്പഴം ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ. ശർക്കര വെള്ളം എടുക്കുന്ന സമയത്തൊന്ന് അരിച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കല്ലോ പൊടിയോ ചെറിയ സാധനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഡ്രൈ ചെയ്താൽ ഈ വെള്ളങ്ങളൊന്ന് ഡ്രൈ ആവാനായിട്ട് നമ്മളൊന്ന് ടൈം എടുക്കും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഒരു ജാമിൻ്റെ അല്ലെങ്കിൽ ഒരു സിറം ഒക്കെ പറയില്ല, അതുമാതിരി അവസ്ഥയിലേക്ക് ഇതാവും. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അധികം നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ച് നമ്മൾ അത്രത്തോളം സമയം എടുക്കേണ്ടി വരും. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. നമുക്കൊരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പ്രവർത്തനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ജെല്ലി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അത് മാറ്റി വയ്ക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആദ്യത്തെ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചാട്ട് മസാല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യേണ്ടത് ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അതുപോലെ തന്നെ ചാട്ട് മസാലയും 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ച് സബോള ഒരു സബോളയുടെ പകുതി എടുത്ത് അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം. നമ്മളൊരു കടിക്കുമ്പോൾ ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ലൈറ്റ് ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ.
ഇനി നമ്മൾ നേരത്തെ വെച്ചിരുന്ന സിറ ഉണ്ടല്ലോ, അതിലേക്കും വളരെ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. എന്നാലാണ് നമുക്കത് നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ പുളിയും മധുരം കൂട്ടിയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഇതിനിപ്പോൾ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് പാനിപ്പൂരിയിൽ കുറച്ച് വേണമല്ലോ, അല്ലെങ്കിൽ ഒരാൾക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാർഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൂരി വറക്കാനായിട്ടാണ് പോകുന്നത്. പൂരി നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് 25 രൂപയ്ക്കൊക്കെ കുറേ അധികം കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു പാക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ റവയും മൈദയും കൂടിയിട്ട് നമ്മൾ ചപ്പാത്തി മാതിരി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചൂടായതിന് ശേഷം നമ്മൾ ഓരോ പൂരിയായിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ ഒരു പൂരി ഇങ്ങനെ അടിഭാഗം ഫസ്റ്റ് ഇങ്ങനെ വീർത്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ അതങ്ങനെ തിരിയും, അല്ലെങ്കിൽ നമ്മളൊന്ന് കയ്യിൽ ഉപയോഗിച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള പൂരി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. മാക്സിമം കുറച്ച് ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എന്താ കേസ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടമാനം ഓയിൽ ആവശ്യം വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓയിൽ കൂടിയാൽ മാത്രമാണ് എല്ലാം കൂടി ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സിംഗിളായിട്ട് വേണം പൂരി ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂരി ഒന്നും വീർക്കില്ല, ഒരു ഉണങ്ങിയ പൂരിമാരി നിൽക്കും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പൂരി നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാ പൂരീസും നമ്മൾ പാനിപ്പൂരി നിറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഹോളുകൾ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മിക്സിങ് ആഡ് ചെയ്യണം കേട്ടോ. നമുക്ക് അത്യാവശ്യം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ല് ചെയ്യാം. നമ്മൾ കടയിൽ പോകുന്ന സമയത്ത് കുറച്ച് ഇട്ട് തരുള്ളൂ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ള എന്താ പറയുക മിക്സിങ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ മിക്സിങ് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പുതിന അരിയും നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗ്രീൻ വെള്ളം ഉണ്ടല്ലോ അത് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ആ ഡേറ്റ്സും അതുപോലെ തന്നെ സിറമൊക്കെ ഉണ്ടാക്കിയല്ലോ അതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സബോള ആഡ് ചെയ്തിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. താങ്ക്